എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പേജിനേഷൻ വർക്ക് ആകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കണ്ടു. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കേജിനെ പറ്റിയിട്ടാണ്. സോ ലാറവൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡെവലപ്മെൻറ്റ് ടൈമിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഒരു പാക്കേജാണ് ഞാൻ നിങ്ങളെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, സോ അതിൻ്റെ പേരാണ് ലാറവൽ ഡീബഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതെന്താണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യാം. സോ ലാറവൽ ഡീബഗ് ബാർ. സോ തന്നെ ഫസ്റ്റ് തന്നെ ഒരു ഗിറ്റ് ഹബിൻ്റെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്, ബാരി VDHൻ്റെ. ഇങ്ങനെ പറ്റി കൂടുതലായിട്ട് പിന്നെ പറയാം. സോ നമ്മളിതിനെ ക്ലിക്ക് ചെയ്യുന്നു. ഇതന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് തന്നെയാണ് ഇതിൻ്റെ പേരിൽ വേറെയും കിടക്കുന്നുണ്ട്. സോ ഈ ബാരി VDHൻ്റെ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സോ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീബഗിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജാണ്. സോ ഇത് നമ്മളുടെ ഒരു ഡിപ്പെൻഡൻസിയാണ്. സോ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗിനർ ലെവലിൽ നമ്മൾ പറഞ്ഞ സമയത്ത് കമ്പോസർ എന്താണെന്നുള്ളത്. സോ കമ്പോസർ എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡൻസി മാനേജറാണ്. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. സോ ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു കമ്പോസർ ഡിപ്പെൻഡൻസി മാനേജറാണ്. നമ്മളുടെ പ്രൊജക്റ്റിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിപ്പെൻഡൻസി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മളെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് കമ്പോസർ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മളൊരു ഡിപ്പെൻഡൻസി ഇതിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു സംഭവം ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ലാറവൽ ഡീബഗ് ബാർ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു പാക്കേജ് നമ്മളുടെ ലാറവലിൻ്റെ പ്രൊജക്റ്റിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. സോ ലാറവലിൻ്റെ കോഡിൽ ഇപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതായത് ഈ ഡീബഗ് ബാർ എന്ന് പറയുന്ന സംഭവം ഒന്നും ലാറവൽ ഫ്രഷ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തില്ല. പക്ഷേ നമ്മളൊരു ഡിപ്പെൻഡൻസി വന്നതുകൊണ്ട് എന്തായി, നമുക്ക് എന്താക്കണം, ഇവനെ നമുക്ക് നമ്മളെ പ്രൊജക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കമ്പോസറാണ് യൂസ് ചെയ്യേണ്ടത്. സോ അങ്ങനെയാണ് ആ കമ്പോസർ വെച്ച് ഡിപ്പെൻഡൻസി മാനേജർ വെച്ചിട്ട് നമ്മൾ ഈ പാക്കേജിനെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. സോ ഇതെല്ലാ പാക്കേജസും ഒരു ഗിറ്റ് ഹബിലോ റെപ്പോസിറ്ററിയിൽ ഡിപ്ലോയ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവന്മാർ. സോ നമ്മൾ എന്താക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഇങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റലേഷൻ്റെ ഒരു സ്റ്റെപ്പ് കാണാം. സോ ഇൻസ്റ്റലേഷൻ്റെ സ്റ്റെപ്പിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കമാൻഡ് കിട്ടും, കമ്പോസർ റിക്വയർ ബാരി VDH ലാറവൽ ഡീബഗ് ബാർ. അതായത് ഈ മുകളിലത്തെ URL കണ്ടില്ലേ, ഇത് തന്നെയാണ് ഇതിവിടെ വന്നിരിക്കുന്നത്. അത് ഡെവലപ്മെൻറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ആണ് പറയുന്നത്. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പോസർ JSON ഫയൽ ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ റിക്വയറും കാണാം, റിക്വയർ ഡെവും കാണാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെവലപ്മെൻറ്റ് കേസിൽ മാത്രം ആവശ്യമുള്ള പാക്കേജസാണ് ലാറവൽ ചെയ്യുന്നത്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റിലും വേണം പ്രൊഡക്ഷനിലും വേണം എന്നുള്ള ലെവലിലാണ്. ഈ ഒരു സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ ലാറവൽ ഇൻസ്റ്റാൾ ആവുള്ളൂ. പക്ഷേ ഇത് ഡെവലപ്മെൻറ്റ് ഉള്ളത് മാത്രം മതിയെങ്കിൽ ഇതിന്. സോ നമുക്ക് ഈ ഒരു അറേൻ്റെ ഉള്ളിലേക്കാണ് ഇത് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടാണ് എന്താക്കുന്നത്, ഈ ഡെവ് എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്ത് വയ്ക്കുന്നത്. സോ നമ്മൾ എന്താക്കുന്നത്, ജസ്റ്റ് ഇതിനെ നേരെ എടുത്തിട്ട് നമ്മളുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. സോ ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താക്കുന്നു, ജസ്റ്റ് ക്ലിയർ ചെയ്യാം. ജസ്റ്റ് ഇതിനെ കൊണ്ട് ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം താനെ അവന്മാർ ഇതുണ്ടല്ലേ, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. സാധനം ഇവിടെ എത്തി, നമ്മളെ കൂടൊക്കെ നമ്മളിവിടെ എത്തി. ജസ്റ്റ് അങ്ങോട്ട് ഇത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അവർ കണ്ടില്ലേ, യൂസ് കമ്പോസർ JSON ഫയൽ ഹാസ് ബീൻ അപ്ഡേറ്റഡ്. സോ നമ്മൾ ജസ്റ്റ് കമ്പോസർ JSON ഫയൽ ഇതിൻ്റെ അകത്തേക്ക് അല്ല ഇത് വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെവിൻ്റെ അകത്ത് വന്നിരിക്കാൻ കണ്ടില്ല, ബാരി VDHൻ്റെ ലാറവൽ ഡീബഗ് ബാർ എന്ന് പറയുന്ന ഈ ലൈന് ഇവിടെ വരെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ട് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർ എന്നിട്ട് എന്താക്കും, ലോക്ക് ഫയൽ നോക്കിയിട്ട് അവർ 3 ഇൻസ്റ്റാളിങ് ചെയ്യാനുണ്ട് ലാറവൽ ഡീബഗ് ബാറിന് തന്നെയല്ല. ഇതിൻ്റെ ഈ ഡീബഗ് ബാർ എന്ന് പറയുന്നത് ഇതാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള 2 പാക്കേജ് വേറെയുണ്ട്. സോ അത് രണ്ടും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ഇവർ ഡൗൺലോഡ് ചെയ്യും. ഇതൊക്കെ കമ്പോസർ നോക്കിക്കോളും, നമ്മൾ ആ ബൈക്കിൽ കൂടെ ഒന്നും നോക്കാൻ നിൽക്കേണ്ട. നമ്മൾ ജസ്റ്റ് എന്താക്കുന്ന ആ കമാൻഡ് അങ്ങ് റൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്ത് കമ്പോസർ ഒന്ന് ഡെമ്പോ ഓട്ടോലോടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പബ്ലിഷിംഗ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, കംപ്ലീറ്റ് ആയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റിലേക്ക് വന്നിട്ട് നമുക്ക് എന്താക്കാം, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഈ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ കൂടെ ഒരു സാധനം വന്നുണ്ടോ, ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ ഒന്നുകൂടി സൂം ചെയ്യാം. ഇതിൻ്റെ അകത്ത് സൂം ചെയ്ത് കറക്റ്റായിട്ട് കിട്ടുന്നതാണല്ലേ, ഈ ലെവലിൽ നിങ്ങൾക്ക് അടിയിൽ കൂടെ കാണാൻ പറ്റും മെസ്സേജസ്, ടൈം ലൈൻ എന്ന് പറയും. ഇതാണ് ലാറവലിൻ്റെ ഡീബഗ് ബാർ എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ പേജ് ലോഡായി, ഇപ്പോൾ യൂസേഴ്സ് എന്ന് പറയുന്ന പേജ് ലോഡായി. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മൾ കോഡൊന്ന് എടുത്ത് നോക്കി നോക്കാം. നമുക്ക് ഫ്രണ്ട് എൻഡ് കൺട്രോളറല്ലേ, ഫ്രണ്ട് എൻഡ് കൺട്രോളറിൻ്റെ അകത്ത് നമ്മൾ ഈ ഹോം പേജിലൂടെ ചെയ്യുമ്പോൾ എന്താ, യൂസർ വിത്ത് ട്രാഷ്ഡ് ആക്റ്റീവ് ലേറ്റസ്റ്റ് പേജ് നെറ്റ് ഇത്രയും ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് MySQL റൺ ആകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയെന്ന് വെച്ചോ. സോ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് ചെയ്യാൻ വേറെ ഒരു മെത്തേഡും ഇല്ല.
ടു SQL എന്നൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരു മെത്തേഡ്, പക്ഷേ അതൊന്നും ബൈൻഡിങ്സും കാര്യങ്ങളും കിട്ടൂല. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ MySQL എന്ത് റൺ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുള്ളാണ് ലാറവലിൻ്റെ അകത്ത് വരുന്നത്. സോ നമുക്ക് ഈ പേജിലൂടായി വെച്ചിരിക്കുകയാണ് നമ്മൾ. ഇതിൻ്റെ അകത്ത് ഇവിടെ നോക്കിയാൽ കൊറീസ് എന്ന് പറഞ്ഞിട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കാണാം. സോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാണാൻ നോക്കിയാൽ സെലക്ട് കൗണ്ട് സ്റ്റാർ ഫ്രം അഗ്രിഗേറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് സ്റ്റാറ്റസ് ഈക്വൽ ടു 1 നമ്മൾ ആക്റ്റീവിൻ്റെ സ്കോപ്പ് വിളിച്ചിരിക്കുന്നത്. അതിന് താഴെ എന്താകുന്നത് വെച്ചാൽ പേജ് നെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതുകൊണ്ടാണ് കൗണ്ട് എടുത്തിട്ട് ആദ്യം വെക്കണത്. പിന്നെ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വെയർ സ്റ്റാറ്റസ് ഈക്വൽ ടു 1 ഓർഡർ ബൈ ക്രിയേറ്റഡ് അറ്റ് ഡിസെൻഡിങ്. സോ ഓർഡർ ബൈ ക്രിയേറ്റഡ് അറ്റ് ഡിസെൻഡിങ് എവിടുന്ന വരുന്നത്? ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് വിളിക്കുമ്പോൾ ഓർഡർ ബൈ ക്രിയേറ്റഡ് അറ്റ് ഡിസെൻഡിങ് എന്ന് പറഞ്ഞിട്ട് വരുന്നു. ലിമിറ്റ് 6 വരുന്നു. എത്രയാണ് നമ്മൾ പേജ് നെറ്റിൻ്റെ ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്? 6 വരുന്നു. ഈ സ്കോപ്പ് വേർ സ്റ്റാറ്റസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്കോപ്പ് ആക്റ്റീവിൻ്റെ ചെക്ക് ചെയ്യുന്നതും അതവിടെ വന്നു. സോ ഇതാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ ക്വറി നമുക്ക് ഡംപ് ചെയ്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റി. ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത്. ഇനി അതേപോലെ ഇതിൻ്റെ അകത്ത് എത്ര വ്യൂ പേജസ്, അതായത് ബ്ലേഡ് പേജസ് ഈ ഒരു പേജ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ നമുക്ക് നോക്കാം. റിസോഴ്സസിൻ്റെ അകത്തുള്ള ഹോം എന്ന് പറയുന്ന ബ്ലേഡാണ് ഇവിടെ ലോഡ് ചെയ്തിരിക്കുന്നത്. ആയിക്കോട്ടെ. ദെൻ അതേപോലെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ പേജിനേഷൻ്റെ ഇതിൻ്റെ നമ്മളെ പാക്കേജിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് ലാറവലിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഈ ഒരു ഫയലാണ് ഇത് റൺ ചെയ്തിരിക്കുന്നത്. ഏതെന്നറിയോ നിങ്ങൾക്ക്? ഇതാ ഈ അടി കൂടെ കാണിക്കുന്ന ഈ നമ്പേഴ്സ് ഇല്ലേ, ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലേഡിനെ ഇവിടെ കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. പക്ഷേ നമ്മളതൊന്നും അറിയുന്നില്ല, നമ്മൾ ജസ്റ്റ് ലിങ്ക്സ് എന്ന് മാത്രമേ വിളിച്ചു കൊടുക്കുന്നുള്ളൂ. ഓക്കെ, സോ അതേപോലെ നമ്മളെ ലേ ഔട്ട് ആയിട്ടുള്ള ഒരു ഫയൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, മാസ്റ്ററിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഹോമിനെ ഇൻജെക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതേപോലെ മെസ്സേജസ് എന്ന് പറയുന്നത് ലോഗ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ലോഗ് ഇവിടെ എത്തിയിട്ടുണ്ടോ, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ലോഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ലോഗ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ലോഗിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ക്വറി എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. സോ ലോഗിൻ്റെ ഫയലിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കണം. സോ ലോഗിനെ നമുക്ക് ഫെസൈഡിൻ്റെ ഉള്ളിലെ ലോഗിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാം. സോ നമുക്ക് റീഫ്രഷ് ചെയ്യുന്നുണ്ടല്ലോ. ഈ സമയത്ത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ലോഗ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കറിയാൻ പറ്റും. ഇത് എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ലാറവലിൻ്റെ റിസോഴ്സസിൻ്റെ അകത്തുള്ള സ്റ്റോറേജിൻ്റെ അകത്തുള്ള ലോഗിൽ പോയിട്ട് ഈ ലാറവൽ ലോഗിൽ പോയി കഴിഞ്ഞാലാണ് അതിൻ്റെ അകത്താണ് ഈ എററും കാര്യങ്ങളുമായിട്ടുള്ള എല്ലാ ലോഗും വന്നിട്ടുണ്ടാവുക. സോ നമ്മൾ അതിൻ്റെ അടിയിൽ പോയി നോക്കിയാൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ലോഗ് വന്നിട്ടുണ്ടാവും. കണ്ടില്ല, ഇപ്പം നമ്മൾ ഡംപ് ചെയ്ത ആ ലോഗ് കാണാം. സോ ഇത് ഇവിടെ പോയിട്ട് ഇത്രയും തിരഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നേരെ നമുക്ക് എന്താക്കാം, ഈ ലാറവൽ ഡീബഗ്ബർ നമ്മൾ അവിടെ ഈ പേജിന് വേണ്ടിയിട്ടുള്ള ലോഗ് ഏതൊക്കെയെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് അതിവിടെ നമുക്ക് കാണിച്ചു തരും. അതേപോലെ ടൈം ലൈൻ ഇത് ബൂട്ട് ചെയ്ത് ഈ പേജ് ലോഡ് ചെയ്ത് വരാൻ എത്ര ടൈം എടുത്തു, നമ്മൾ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ഡീബഗ് ബാർ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുക. നമുക്ക് എത്ര ഇതെടുത്തിട്ടുണ്ട്, അതേപോലെ ഈ റിക്വസ്റ്റ് എത്രതിൻ്റെ ഉള്ളിൽ എത്ര ടൈമിൻ്റെ ഉള്ളിലാണ് പോയി വന്നത്. കണ്ടില്ല, 331 മില്ലി സെക്കൻഡ്സ് എടുത്തിട്ടുണ്ട് ഇത് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ PHP വേർഷൻ ഏതാണെന്നുള്ളത്, ഇതിന് ഈ പേജ് ലോഡാകാൻ വേണ്ടിയിട്ട് എത്ര മെമ്മറി യൂസേജ് ചെയ്തിട്ടുണ്ട്, ഇത് ഏത് മെത്തേഡാണ്, ഗെറ്റ് റൗട്ടാണെന്നുള്ളതും. ഇനി അതേപോലെ ഇതിൻ്റെ റിക്വസ്റ്റിലുള്ള കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ റിക്വസ്റ്റിൻ്റെ ഹെഡേഴ്സ്, റിക്വസ്റ്റിൻ്റെ സെർവർ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അതേപോലെ സെഷനിൽ എന്തെങ്കിലും ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ടെന്നുള്ള സെഷൻ്റെ ക്ലാസ് നമ്മൾ നെക്സ്റ്റ് തുടങ്ങുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ദെൻ ഏതൊക്കെ മോഡൽസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ലെവലിൽ. സോ മോഡൽസ് ഇത്രയും യൂസർ എന്ന് പറയുന്ന മോഡലിനെ 6 തവണ വിളിച്ചിട്ടുണ്ട് എന്നുള്ള ലെവലിലാണ് ഇവരിവിടെ കാണിക്കുന്നത്. അതേപോലെ എത്ര കൊറീസ് റൺ ചെയ്യുന്നുണ്ട് എന്നുള്ള. ഇപ്പോൾ ഈ നമുക്ക് കൊറി ഒപ്റ്റിമൈസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പാക്കേജാണ് ഈ ലാറവലിൻ്റെ ഡീബഗ് പറയുന്നത്. മെയിൻലി എല്ലാവരും കൊറീസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതേപോലെ റൗട്ടിങ്, ഇപ്പോൾ ഉള്ള റൗട്ടിങ്ങിൻ്റെ ഇത് കണ്ടില്ലേ, ഏത് കൺട്രോളറിലേക്കാണ് അത് പോകുന്നത്, അതിൻ്റെ നെയിം സ്പേസ് എവിടെയാണ് ആ കൺട്രോളർ കിടക്കുന്നത് എന്നുള്ളതും കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഫയൽ എത്രാമത്തെ ലൈനിലാണ് ഇതില്ല, 10 തൊട്ട് 14 വരെയുള്ള ലൈനിലാണ് ഇതിൻ്റെ കോഡ് കിടക്കുന്നതെന്ന് വരെ ഇതിൻ്റെ അകത്ത് ഡീബഗ് ബാറിൽ കിടക്കുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു എറർ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം പോയിട്ട് റൗട്ട് പോയിട്ട് ഓക്കെ ഇത് എവിടെയാണെന്നുള്ളത്, ഈ കൺട്രോളർ ഇത് എവിടുന്നാണ് ലോഡ് ചെയ്ത് വരുന്നതൊക്കെ തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ടി ചിലപ്പോൾ. സോ അതിനെക്കാട്ടി എത്രയും പെട്ടെന്ന് അവിടെ പോയി നോക്കി അപ്പന്മാർ കാണിച്ചു തരിക ഇതിൻ്റെ സ്ഥലത്തുണ്ട്. സോ അവിടെ പോയിട്ട് നോക്കിയാൽ മതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ. സോ ഇതാണ് ലാറവലിൻ്റെ ഡീബഗ് ബാർ എന്ന് പറയുന്ന പാക്കേജ്. ആക്ച്വലി ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ എല്ലാവരും ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെന്താക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അതുപോലെ വേറെ പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓപ്പൺ ആയി കാണിക്കുന്നതിന് 2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ env ഫയലിൻ്റെ അകത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ആപ്പ് ഡീബഗ് എന്ന് പറഞ്ഞിട്ട് കാണാം. ആപ്പ് ഡീബഗ് ട്രൂ എന്ന് പറഞ്ഞിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ഡീബഗ് എനേബിൾ ചെയ്യുന്ന
ഇത് അതായത് നമുക്ക് എറർ റിപ്പോർട്ട് ചെയ്ത് കാണിച്ചിരുന്നത് ഈ ഒരു ഒറ്റ വാല്യൂ ആണ് വരുന്നത്. ഇതിനെ നമ്മൾ മാറ്റി ഫോൾസ് എന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എററും റിപ്പോർട്ട് ചെയ്തില്ല, ഒന്നും തരില്ല, ജസ്റ്റ് ഒരു 500 എറർ എന്ന് പറഞ്ഞിട്ടൊരു പേജ് മാത്രമേ കാണിക്കുള്ളൂ. നമുക്ക് എന്താണ് എറർ എന്ന് കാണിക്കില്ല. അതേപോലെ നമ്മൾ ഡീബഗ് ബാറും വർക്ക് ആവത്തില്ല അവിടെ. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു, ഈ പേജ് ഞാനിപ്പോൾ ഫോൾസ് ആക്കി റിഫ്രഷ് ചെയ്യുന്നു. ഇതല്ലേ നമ്മുടെ ഡീബഗ് ബാറും പോയി, എല്ലാം പോയി, ഒന്നും കാണാനില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് കോഡിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് ഇവിടെ ഈ പേജിനൊന്ന് എറർ അടിപ്പിക്കാം. കൺട്രോളേഴ്സിൽ പോയി ജസ്റ്റ് ഹോം പേജിൽ പോയിട്ട് വിത്ത് ട്രാഷ്ഡിനെ മാറ്റി ട്രാഷ്ഡ് അങ്ങനെ ആക്കുക. റീഫ്രഷ് ചെയ്യുന്നു. ഇതല്ലേ 500 സെർവർ എറർ എന്ന് പറഞ്ഞിട്ട് ഒരു പേജാണ് വന്നിരിക്കുന്നത്. അതായത് എറർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. നേരെ മറിച്ച് നമ്മൾ എന്താക്കുന്നത്, ഈ ഡീബഗ് ബാർ ട്രൂ ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതാക്കാം, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എറർ കാണിച്ചു തരും. അവരെന്താണ് കണ്ടിട്ടുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു തരും. എറർ എന്താണെന്നുള്ളത് അതിൻ്റെ വിത്ത് ട്രാഷ്ഡ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു മെത്തേഡ് ഇല്ല എന്നാണ് പറയുന്നത്. സോ അത് നമുക്ക് ഈ ഡീബഗിൻ്റെ യൂസേജ് ആണത്. സോ അതെല്ലാവരും ഒന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കാം. ഇനി നിങ്ങൾക്ക് ഡീബഗ് ഫോൾസ് ആക്കി വെക്കുന്ന പ്രൊഡക്ഷനിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീബഗ് ഓഫ് ആക്കി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ലോക്കലിൽ തന്നെ ചെയ്യുന്ന സമയത്ത് ഡീബഗ് ഓഫ് ആക്കി വെക്കുക, പക്ഷേ എനിക്ക് ഡീബഗ് ബാർ കാണണം എന്നുള്ളൊരു കേസ് വരിക എന്ന് വിചാരിക്കും. അതായത് ഡീബഗ് എനിക്ക് ഓഫ് ആക്കി വെക്കും വേണം, ഡീബഗ് ഫോൾസ് ആയിരിക്കും വേണം, പക്ഷേ എനിക്ക് ഡീബഗ് ബാർ കാണും വേണം. അങ്ങനത്തെ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ജസ്റ്റ് ഈ വാരിവേഷൻ്റെ ഡീബഗ് ബാറിൻ്റെ ഇതിൽ പോയി വന്നു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഡീബഗ് ബാർ എനേബിൾഡ് എന്ന് പറഞ്ഞിട്ടൊരു കീ ഉണ്ട്. സോ അതെടുക്കുക, ഈ ആപ്പ് ഡീബഗിൻ്റെ താഴെ കൊണ്ടിട്ടിടുക, എന്നിട്ട് ഈസ് ഈക്വൽ ടു ട്രൂ അങ്ങോട്ട് കൊടുത്താൽ മതി. സോ ഡീബഗ് ബാർ ഈ ആപ്പിൻ്റെ കംപ്ലീറ്റ്ലി ലാറവലിൻ്റെ എല്ലാം ഫോൾസ് ആണ്. ഓക്കെ, ഡീബഗ് ഇനി ചെയ്യൂല. ഡീബഗ് ബാറിൻ്റെ എന്താ പക്ഷേ ട്രൂ ആണ്. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം. ഡീബഗ് ബാറിൽ വന്ന് റീഫ്രഷ് ചെയ്യുന്നുണ്ട്. ഡീബഗ് ബാർ വന്ന് ഒരു ഇതുമില്ലാണ്ട് കുഴപ്പമില്ലൊന്നും ഇല്ലാണ്ട് കാര്യങ്ങളെല്ലാം സെറ്റായി നടക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഡീബഗ് എന്താണെന്ന് എറർ എന്നുള്ള കാര്യങ്ങളൊന്നും കാണിക്കില്ല. സോ നമുക്ക് ഏതൊക്കെ വ്യൂ ലോഡ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കിട്ടും. സോ ഈ ഒരു കാര്യം ഡീബഗ് ബാർ പ്രത്യേകം ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം. സോ പിന്നെ അടുത്തൊരു കാര്യം, പ്രൊഡക്ഷൻ സെർവറിലേക്ക് പോകുന്ന സമയത്ത്, അതായത് നിങ്ങൾ ലോക്കലിലെല്ലാം ചെയ്ത് കഴിഞ്ഞ് ലൈവിലേക്ക് പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ഡീബഗ് ബാർ ഓൺ ആവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീബഗ് ബാർ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് അടക്കം വരെയുള്ള എല്ലാ ഡാറ്റാസും ഇതിൻ്റെ അകത്ത് ആക്സസിബിൾ ആയിരിക്കും. സോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് ENV സെർവർ റൂട്ട്, സെർവർ നെയിം, ഡോക്യുമെൻറ്റ് റൂട്ട്, എല്ലാ ഡാറ്റാസും നിങ്ങൾക്ക് അവർക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും നിങ്ങളത്. സോ അതൊരു അറ്റാക്കിന് വഴി വെക്കുന്ന ലെവലിലേക്കുള്ളൊരു സാധനമാണ്. സോ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എവിടെയുണ്ട്, അത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല എവിടെയാണെന്നുള്ളത്. സോ ENV വേരിയബിൾസും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന തരത്തിലേക്ക് നമുക്ക് പറ്റും. സോ പ്രൊഡക്ഷൻ സെർവറിലേക്ക് പോകുമ്പോൾ ആപ്പിൻ്റെ ഡീബഗും ഫോൾസ് ആയിരിക്കണം, ഇതും ഫോൾസ് ആയിരിക്കണം, അത് ഡീബഗ് ബാറിൻ്റെതും ഫോൾസ് ആയിരിക്കണം. സോ മാക്സിമം എല്ലാവരും ഡീബഗ് ബാർ എന്താണെന്നുള്ളത് യൂസ് ചെയ്യുക. അതായത് ഓരോ പേജിലേക്ക് വരുന്ന ഇതും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കാം. ഓക്കെ, സോ ഇന്നത്തെ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ഡീബഗ് ബാറിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. സോ എല്ലാവരും ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യങ്ങളത് സെറ്റാക്കി വെക്കുക, എന്നിട്ട് ഇത് വെച്ചിട്ട് നോക്കുക. ഓക്കെ, പിന്നെ ലാറവലിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ലാറവലിൻ്റെ കുറച്ച് പാക്കേജിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്, സോ അങ്ങനത്തെ സമയത്തൊക്കെ നിങ്ങൾക്ക് ഡീബഗ് ബാറിൻ്റെ കാര്യങ്ങളും അതിൻ്റെ അകത്തും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യുന്ന സമയത്ത് അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും വിചാരിക്കുക. അതായത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കൊണ്ട് ഡീബഗ് ബാർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും എത്രത്തോളം ഇവർ അറിവുണ്ട് എന്നുള്ളത് ലാറവലിനെ പറ്റിയിട്ട്. ഓക്കെ, സോ ഇതിൻ്റെ പാക്കേജിൻ്റെ കാര്യം ക്ലിയർ ആയിട്ട് നോക്കുക. സോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ബാക്കി നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് നാളെ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.